ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ തയ്യാറാക്കി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ ട്രഡീഷണൽ പലഹാരമായ അവൽ വിളയിച്ചതാണ്. ഇങ്ങനെ ട്രഡീഷണലായിട്ട് അവൽ വിളയിച്ചത് നിങ്ങൾ ഒരിക്കലെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ രുചി നിങ്ങളുടെ നാവിൽ നിന്ന് ഒരിക്കലും പോയില്ല. ഇങ്ങനെ ട്രഡീഷണലായിട്ട് അവൽ വിളയിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവൽ വിളയിക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം അവൽ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കപ്പ് അവൽ. പിന്നെ ആ സെയിം കപ്പ് കൊണ്ട് അളന്ന് 3 കപ്പ് തേങ്ങ തിരികിയത്. ഇത് അല്പം കൂടി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, അത്രയും രുചി നമുക്ക് അവൽ വിളയിച്ചതിന് കിട്ടും. 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ചൂടാക്കി അതിലിട്ട് അലിയിച്ചെടുക്കണം. പിന്നീട് കുറച്ച് തേങ്ങാക്കൊത്ത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉപയോഗിക്കാം. ഇത് ട്രഡീഷണലായിട്ട് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ അണ്ടിപ്പരിപ്പ്, ഇതും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് പൊട്ടുകടല, ഇതൊരു 1/4 കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇതൊക്കെ ഇടുമ്പോൾ ഒരു നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. പിന്നെ 7 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം ജാതിക്ക, ഒരു ചെറിയ കഷ്ണം ചുക്ക്. ഇതെല്ലാം കൂടെ ഒരല്പം പഞ്ചസാര ചേർത്ത് നല്ലതായിട്ട് പൊടിച്ചെടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് 2-3 ടേബിൾ സ്പൂൺ നെയ്യും വേണം. ആദ്യം നമുക്ക് ഈ ശർക്കരയൊന്ന് കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കാം. ഒരു കപ്പ് വെള്ളവും കൂടെ ഞാനിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഈ ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് നമുക്കൊരു നല്ല ചെവിട് കട്ടിയുള്ള ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് വറുക്കാനുള്ള സാധനങ്ങളെല്ലാം വറുത്തെടുക്കാം. ആദ്യം ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഈ തേങ്ങാക്കൊത്തൊക്കെ മൂത്തിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് കശുവണ്ടി പരിപ്പ് മൂപ്പിച്ചെടുക്കാം. ഈ കശുവണ്ടി പരിപ്പ് മൂത്തിട്ടുണ്ട്, ഇത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഈ പൊട്ടുകടലയിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരല്പനേരം കഴിയുമ്പോൾ ഈ പൊട്ടുകടലയുടെ കൂടെ തന്നെ ഈ എള്ളും കൂടി ഇട്ട് ഇതിൻ്റെ കൂടിയിട്ട് അങ്ങ് വറുത്തെടുക്കാം. ഈ എള്ളും പൊട്ടുകടലയും മൂത്തിട്ടുണ്ട്, ഇത് നമുക്ക് കോരി മാറ്റാം. തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ കറിവേപ്പിലയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയും മൂത്തിട്ടുണ്ട്, ഇത് നമുക്ക് കോരി മാറ്റാം. ഈ കടായി കംപ്ലീറ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഈ തേങ്ങ 2-3 മിനിറ്റ് ഒന്ന് ഇട്ട് ചൂടാക്കിയെടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഈ കടായിലോട്ടിട്ട് 2-3 മിനിറ്റ് നേരത്തേക്ക് ഇളക്കി അതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. ഈ തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കുക. ഒരുപാട് അങ്ങ് ചുമക്കുകയൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് വെള്ളം ഒന്ന് പറ്റിയാൽ മാത്രം മതി. നമ്മൾ തേങ്ങ കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ അവൽ വിളയിച്ചതിന് നല്ല മാർദ്ദവം കിട്ടുന്നത്, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ എൻ്റെ പറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കി വെച്ചിരുന്നത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര ഉരുക്കിയത് അരിച്ചങ്ങ് ഒഴിക്കുക. ഇനി ഒരു നൂൽ പരുവാകുന്നത് വരെ ഇതിനകത്ത് ഇങ്ങനെ ശർക്കരയുടെ വെള്ളവും ഈ തേങ്ങയും ഇവിടെ കിടന്ന് തിളച്ച് ഒരു നൂൽ പരുവാവണം. എന്നിട്ട് മാത്രമേ നമുക്ക് ഈ അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു മീഡിയം തീയിൽ ഇങ്ങനെ കിടന്ന് തിളയ്ക്കട്ടെ. ഇങ്ങനെ ഇതുപോലെ വരട്ടിയെടുക്കണം. ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, അടിക്കൊന്നും പിടിക്കാണ്ട്. അവൽ വിളയിക്കാനായിട്ട് നമ്മൾ അവൽ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തവിടുള്ള ചുവന്ന അവൽ നോക്കി വാങ്ങിക്കണം. പിന്നെ നമുക്ക് സാധാരണയായിട്ട് വെള്ള അവൽ തന്നെ 2 തരത്തിൽ നമുക്ക് കിട്ടും. ഈ തവിടുള്ള അവൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ള അവലിൽ കട്ടി കൂടിയ അവൽ നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഈ അവൽ ഒരു കാരണവശാലും നിങ്ങൾ വറുക്കരുത്. വറുത്ത് കഴിഞ്ഞാൽ അതങ്ങ് ഹാർഡായി പോവും. അപ്പോൾ കടിക്കാനുള്ള ഒരു സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇതുപോലെ തന്നെ അവൽ ഈ പാനിയിലേക്ക് ഇടുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതങ്ങ് ഓഫ് ചെയ്തേക്കുക. നമുക്കിനി ഈ അവലിട്ട് ഇളക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ഒരു ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കുക. അധികം വേണ്ട, ഒരല്പം മതി. ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതും ഇവിടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏലക്ക, ജാതിക്ക, ചുക്ക് ഇവ പഞ്ചസാരയിൽ ചേർത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഈ അണ്ടിപ്പരിപ്പും പൊട്ടുകടലയും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ഗ്ലേസിങ്ങും എല്ലാം. നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ചു വയ്ക്കണം. ഇതുപോലെ ഇരിക്കണം അവൽ വിളയിച്ച് കഴിഞ്ഞാൽ. നിങ്ങളത് കഴിച്ച് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം. അങ്ങനെ എല്ലാവരും കണ്ടല്ലോ നമ്മൾ ട്രഡീഷണലായിട്ട് അവൽ വിളയിക്കുന്നത് എങ്ങനെയാണെന്ന്. വളരെ ഈസിയാണ്, അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ ചെയ്തു തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക്സ് പറയുന്നു. അതൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you for watching my video.